ഡാൻസ് ഈസി അല്ല, പറ്റുന്ന പോലെ കളിക്കുന്നുണ്ട്. അറിഞ്ഞ് ഡാൻസ് പഠിക്കാൻ പോയിട്ടില്ല, എന്നിട്ട് പോലും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറ്റം പറയുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്വന്തമായിട്ടൊരു കഴിവില്ലാത്തവരാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മള് പവിഴമല്ലി ഡാൻസ് എടുക്കാൻ പവിഴമല്ലി ഒരു മല്ലി പവിഴമല്ലി ഡാൻസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ നാക്കും വഴി കുളിക്കുകയും ചെയ്യും, നീ അതുമില്ലല്ലോ. അപ്പം ഈ ഷോപ്പിലെ കോസ്റ്റ്യൂം കണ്ടല്ലോ, നോക്കും കാണിച്ചു കൊടുക്കും. അത് ഡാൻസ് മാസ്റ്റർ വിവേക് വെള്ളത്തൊപ്പി വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഡാൻസ് ഇനി പ്രാക്ടീസ് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവരെന്നെ കളിപ്പിക്കുന്നില്ല. ഞാൻ മേക്കപ്പ് മാനാണ്, അവരുടെ മേക്കപ്പ് മാൻ. കണ്ടോ, ഫാനൊക്കെ ഉണ്ട്, ഫാനൊക്കെ വാങ്ങിച്ചു. മൊബൈൽ മാറ്റിയാലേക്ക് മൊബൈലിൽ ഫാന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോ, ഫാനൊക്കെ ഈ ഷോപ്പിൽ വാങ്ങിച്ചു. പൈസ നോക്കില്ല, 60 രൂപ. 2 കൊമ്പൊക്കെ ഉണ്ട്. അപ്പം സെറ്റല്ലേ, അപ്പം തുടങ്ങാം, പരിപാടി തുടങ്ങാം. ഓക്കെ, പറയുമ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട്, അപ്പൊ ഇതിന്റെ ആവശ്യം ഇല്ലെന്നാണ് പറയുന്നത്. പൈസ നഷ്ടം. അപ്പൊ സുട്ടുമണികളെ ഡാൻസ് തുടങ്ങി. 60 രൂപയ്ക്ക് ഷവർമ്മ ഇപ്പൊ കൊണ്ടുവച്ചിന്. ഗ്യാസ് നീ ലോകത്ത് ലോകത്ത് തന്നെ ജീവിക്കണത്. ഇവിടെ യുദ്ധമൊക്കെ നടന്ന് ഗ്യാസിനൊക്കെ വില കൂട്ടി. ഗ്യാസൊന്നും കിട്ടാനില്ല, കടയിലെ റേറ്റ് കൂട്ടി. ഇപ്പൊ നിനക്ക് 60 രൂപയ്ക്ക് തരും. ഇന്നൊരു പാത്രം കഴുകി കൊടുത്താൽ എല്ലാം രണ്ടുപേരും കൂടെ നോക്കിയിരിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുമോ? ഇവിടെ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു? എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. മേക്കന്മാർ ഇത്തിരി പവറാണ്. ഓ, ഫാൻ കാറ്റുണ്ടോ? ഓ, കൊള്ളാടെ പാവാടെ കൊള്ള. ഏയ് കാലിനെന്തരി ഷൂ ആണ്? അയ്യേ പാവാടയുടെ കൂടെ ഷൂ എന്ത്? അവിടെ അറിയുന്ന ഷൂ രണ്ടും കൊള്ളാം. മേക്കന്മാര് കുഴപ്പമില്ല, കാരണം മുണ്ടില്ല, അതുകൊണ്ട് ഷൂ. ഈശോക്ക് എപ്പോഴും ഫാന് വേണമെന്നാണ്. കാരണം ഞാൻ മേക്കപ്പ് ആയി കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ ഫാൻ അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പറയണത്. നീ പൈസ കൊടുത്താ? ഈശോക്കാണേ പൈസ കൊടുത്തല്ലല്ലോ, ഞാനല്ലേ കൊടുത്തത്. പോട്ട് കേറാ. എന്ത് ചാപ്പിപ്പോയി. നമ്മളെ ഈശോപ്പിക്ക് സങ്കടമായി. ഇവിടെ വന്നപ്പോൾ ഹെൽമെറ്റ് വെച്ചാണ് വന്നത്. അങ്ങനെ ഹെയർ മൊത്തം ഡാമേജ് ആയെന്ന് പറഞ്ഞ് കൊലച്ചിടാൻ പോന്നു. പോട്ടെ, ഇത് എവിടെ മുണ്ടെടുത്തേക്കാം? ഇത് പൊക്കിക്കെട്ടി എവിടെ പോണത്? വിവേക് എന്ത് പറയുന്നു? സുഖം. ഇതാ സുഖം. എക്സ്പെക്ട് ചെയ്ത ഡാൻസ് കിട്ടുമോ? സെറ്റല്ലേ? നമ്മള് സെറ്റാണ്. ബിഷപ്പി ഇടയ്ക്കിടയ്ക്ക് മറവി ക്യാമറ. അയ്യോ അല്ലേ, ക്യാമറ വാങ്ങട്ടെ. ക്യാമറ എപ്പോഴും അടിപൊളിയായിരിക്കും. ഈശോപ്പിക്ക് എന്റെ ഫ്രെയിം ഒന്നും ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കമന്റ് ഇട്, അല്ലെങ്കിൽ ലൈക്ക് ഇട്. എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന കൂടെ ഇവിടെ? ഓ, ഇവിടെ തണലും അവിടെ പൊടി. എടേ ഇവിടെ എന്ന് കളിയടേ രണ്ടും കൂടെ പൊടിയെത്ത് പോയി. ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ അനങ്ങിയല്ല കളിക്കണം, പയ്യല്ല കളിക്കണം. ഇവിടെ അത് കളിച്ചാൽ മതി, ചുമ്മാ ആവശ്യമില്ല. ക്യാമറമാൻ എന്ത് പറയുന്നു അതുപോലെ കേൾക്കാൻ രണ്ടുപേരും. പിടിച്ചില്ലെങ്കിൽ ദേഷ്യം വന്നോ നിനക്ക്? ഇതെന്ത് മറ്റേ ഈ പഴയ മല ഇതിന് പണസഞ്ചി പിടിച്ചു വെച്ചോണ്ടിരിക്കുമ്പോഴേക്കും തുടങ്ങിയോ? പരിപാടി തുടങ്ങിയോ? ഫാൻ അടിച്ചു കൊടുക്കാം. പുണ്ണാക്കി ഉണ്ടല്ല. അങ്ങനെ അത് തന്നെ. അതെ, കൈ നമ്മൾ തുള്ളൂല്ല ആൾക്കാരിങ്ങനെ, ആ തുള്ളും പോലെ ചെയ്യും. അനക്കില്ല, അടുത്ത വീണ്ടും ഉണ്ട്. 1 2 3 4. അല്ലല്ല, ഇതാണ് കറക്റ്റ്. അല്ല, ഇതിലും വന്നിരിക്കുന്നത് അങ്ങനെയാണ് വരുന്നത്. അല്ലല്ല, ഇതിലും വന്ന വലുതേനോ?
കറക്റ്റ് തന്നെ ആണ്. ഈ ക്യാമറയിൽ വരുമ്പോ കറക്റ്റ് ആണ്. ഇതാണ് കറക്റ്റ്. അതിന് കൊടുത്ത് കറക്റ്റ് ആ കൈയാണ് ഇങ്ങോട്ടാണ് അവള്. അല്ല ഇങ്ങനെ അങ്ങനെ പോണത്. പക്ഷെ ഇതാണ് കറക്റ്റ്. ക്യാമറയിലും ഇതിലും പറഞ്ഞത് കറക്റ്റ്. മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഡാൻസ് ഒക്കെ പ്രാക്ടീസ് കഴിഞ്ഞോ? എന്തോ നിനക്ക് മൊത്തത്തിൽ പ്രശ്നമുണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞ വല്ല പറ. എന്തോന്ന് ഇത് ഒരാശയം ഊമേ. ക്യാമറ സെൽഫി എടുക്കണം. അപ്പൊ ഓക്കേണ. പുതിയ ഇയർ ചെയിൻ പുതിയ വരുന്ന വഴിക്ക് വാങ്ങിച്ചത്. മേക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ സ്റ്റാർട്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡാൻസ്. അപ്പം ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രാക്ടീസ് കഴിഞ്ഞല്ലോ? ഓക്കെ ആണല്ലോ? അഞ്ച് പൊളിക്കൂലേ? പൊളിക്കും. ഓക്കെ അല്ലേ? ഓക്കെ തെറ്റ്. അവിടെ പോയി എടുക്കാം. അപ്പം അതാണ് ലൊക്കേഷൻ. വെയിൽ കുറഞ്ഞു. ഇത് ഈ വെയിൽ പരിശീലിക്കുന്നില്ല. ഈ വെയിലൊക്കെ നല്ല കളർഫുൾ കിട്ടും. എങ്ങനെയുണ്ട്? ഇപ്പം ടെൻഷൻ ഉണ്ടോ? കുഴപ്പമില്ല. കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ വീട്ടില്. വാരി പൊട്ടുക. നാച്ചുറൽ ആയിട്ടുള്ള ദൈവമല്ലേ ഈ കടാക്ഷി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അടിച്ച് നീ ചെയ്യണ എഡിറ്റ്. എന്റെ എല്ലാരും പറയണത് ഈ ഷോപ്പ് പറയണെന്ന് വെച്ചാൽ എന്റെ എഡിറ്റ് മോശം എന്നാ പറയണത്. എന്നിട്ട് ഇവിടെ നിന്ന് കുറ്റം പറയണം. ആര് പച്ചക്കള്ള ഈ ഷോപ്പ് പറയണം? പച്ചക്കള്ള. ഞാൻ എഡിറ്റ് ചെയ്ത ഫ്രെയിമെല്ലാം കണ്ടിട്ട് പറയണത് അത് കൊല്ലും. നീ തന്നെ ചെയ്യുന്നത്. ഓ ഞാൻ ഇന്നലെ എന്നെ വഴക്കാരുന്ന്. ഞാൻ ഈ ഷോപ്പ് പോയിക്കോട്ടെ. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ എല്ലാം പറഞ്ഞു എനിക്ക് ഈ ഷോപ്പ് കളർ ടോൺ ഇഷ്ടമല്ല, അത് ഇഷ്ടമല്ല. വെയില മതി, എനിക്കിത് മതി. വിവേകിന് എന്റെ കളർ ടോൺ വലിയ ഇഷ്ടമാണ്. മതി മതി കമ്മി കാണിച്ചത് കമ്മി. അപ്പൊ നമ്മൾ പുതിയ സ്ഥലത്ത് വീട് എടുക്കാൻ പോവുകയാണ്. ഈ ഷോപ്പ് വെക്കമോ? അവിടെ തന്നെ എടുക്കാം. വേണ്ട അവിടെ വരണ്ട ഭൂമി. പിണക്കത്തിലാണ്. ഞാൻ വഴക്ക് പറഞ്ഞത് ദേഷ്യത്തിലാണ്. പോയി പോയി പോയി. കണ്ട എന്റെ മുഖത്ത് നോക്കൂല. എന്റെ മുഖത്ത് കൂടെ പിണങ്ങിയിരിക്കുകയാണ്. കണ്ട ഒളിച്ചാക്കണ്ട. കേട്ടെ പിണക്കത്തിലാണ് ഈ ഷോപ്പി. അയ്യോ എടോ ഫോണൊക്കെ തട്ടി മാറ്റിക്കളാ ഈ ഷോപ്പി. ഇത് പിന്നെ ആരെടുക്കും? ഈ ഷോപ്പി എന്റെ അടുത്ത് പിണക്കത്തിലാണ്. ദേഷ്യം, ഭയങ്കര ദേഷ്യം. നോക്കിയോ, ഞാൻ മിണ്ടാൻ പോകുമ്പോൾ നോക്കിയോണേ. എല്ലാം നോക്കിയോണേ. ഇഷോപ്പി പിണക്കത്തിലാണോ? ഇഷോപ്പി പിണക്കത്തിലാണോ? കണ്ട ഒഴിഞ്ഞു പോകണ്ട. എത്ര ഈശോപ്പി പോയാലും ഞാൻ പുറകെ പോവും. പിണക്കം. അയ്യേ എന്തോ ഈശോപ്പി ഇത്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം ഡാൻസ് ഫുള്ള് കാണണം. പിന്നെ ഈ ഡാൻസ് എടുക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ മനസ്സിലാക്കണം. അടിച്ച് ഡാൻസ് കളിച്ചെടുത്താണ് നല്ല പേർക്ക് പിണക്കമാണെങ്കിലും. നോക്കി ചെറിയ നോട്ടമുണ്ട്. വേണ്ട പാവാട കാണിച്ചോട്. പാവാട ഷൂഒക്കെ നോക്കിയേ. എല്ലാം നശിച്ചു. പാവാട നശിച്ച്. മനസ്സിലായ? അപ്പം ഇതൊക്കെയാണ് നമ്മളെ കഷ്ടപ്പാട്. വേണ്ട ഒരുമാതിരി ടാൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയായി. അപ്പം ഡാൻസിലെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നിട്ട് കമന്റ് ഇടും. എന്തോ കമന്റ് ഇട്ട് എല്ലാവരും കമന്റ് വന്നത് എന്താണ്, പട്ടണ പരിപാടിക്ക് പൊക്കിയൂടെ? പട്ടണ പരിപാടിക്കല്ല, അവർക്ക് ഡാൻസ് കളിക്ക് അറിഞ്ഞൂടെ ഈ ഷോപ്പ്, എന്നിട്ട് പോലും ട്രൈ ചെയ്യുന്നു. അപ്പൊ കുറ്റം പറയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുന്നവര്
ഡാൻസ് ഈസി അല്ല, പറ്റുന്ന പോലെ കളിക്കുന്നുണ്ട്, അറിഞ്ഞ് ഡാൻസ് പഠിക്കാൻ പോയിട്ടില്ല എന്നിട്ട് പോലും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറ്റം പറയുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്വന്തമായിട്ടൊരു കഴിവില്ലാത്തവരാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.